മൂന്നാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. I met a lady yesterday whose husband had been trampled by an elephant. ഒരു കാട്ടാന കുത്തി കൊലപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ ഭാര്യയായ സ്ത്രീയെ ഇന്നലെ ഞാൻ കണ്ടു. So if we look at the three main long standing problems, there are these three problems. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരിഹരിക്കേണ്ട, വളരെ കാലമായി പരിഹരിക്കേണ്ടതായി നിലനിൽക്കുന്ന ഇവിടുത്തെ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ. And I know my brother tried very hard to find resolutions for them. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എൻ്റെ സഹോദരൻ വളരെയധികം കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. It was because of the pressure he put on the government that the medical college status changed from hospital to medical college. എൻ്റെ സഹോദരൻ ഗവൺമെന്റിൽ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് മെഡിക്കൽ കോളേജിന്റെ അവിടെയുള്ള ആശുപത്രിയുടെ പദവി മെഡിക്കൽ കോളേജ് എന്നെങ്കിലും മാറ്റാൻ ഈ ഗവൺമെന്റ് തയ്യാറായത്. But unfortunately, due to its own politics, the government still has not given the facilities of a medical college there. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രാഷ്ട്രീയം കളിക്കുന്നത് കാരണം ആ ഗവൺമെന്റ് ഇതുവരെ നിങ്ങൾക്ക് അവിടെ മെഡിക്കൽ കോളേജിന് വേണ്ടി ഒരു സൗകര്യങ്ങളും നൽകിയിട്ടില്ല. To find a solution for the problem of the roads and the night ban, my brother has written to the ministries and put pressure on them as well. ഇവിടെയുള്ള റോഡുകളുടെയും അതുപോലെ രാത്രി യാത്രാ നിരോധനത്തിന്റെയും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് എൻ്റെ സഹോദരൻ കത്തെഴുതിയിട്ടുണ്ട്. But my understanding is that these three major problems need to be pushed. We need to continue to fight for them, continue to fight in parliament on every platform, petition the ministries, go and put pressure so that we find reasonable solutions for them. എൻ്റെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഈ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ്, മനുഷ്യ വന്യജീവി സംഘർഷം, രാത്രി യാത്രാ നിരോധനം, ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെ നമ്മൾ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. So these are your three big problems which exist for a long time and we have to put pressure to solve them. ഇതാണ് വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന നിങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. On the other hand, we also have to work to maximize your potential. മറ്റൊരു വശത്ത് ഇവിടുത്തെ കഴിവ്, ഇവിടുത്തെ സാധ്യതകൾ ഏറ്റവും പരമാവധിയായി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. To increase employment opportunities right here in Wayanad. വയനാട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് തൊഴിലവസരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. And how can we do that? നമുക്കത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? I think a very strong push for tourism. വളരെ ശക്തമായിട്ട് വിനോദസഞ്ചാരത്തെ വികസിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. Different kinds of tourism also, like eco-tourism, spiritual tourism. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, അതുപോലെ ആത്മീയ വിനോദസഞ്ചാരം, അങ്ങനെ പല തരത്തിലുള്ള വിനോദസഞ്ചാരം നമുക്കിവിടെ വളർത്തണം. And of course all the natural beauty that you already have. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെയുള്ള മനോഹരമായ പ്രകൃതി സൗന്ദര്യം അതും നമുക്ക് വളർത്തണം. With a proper infrastructure and with support to the tourism industry, to the small homestays, to everybody who is trying to make a living from there, we can do a lot more. നമ്മൾ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് പോലെ, അതുപോലെ ഹോം സ്റ്റേ പോലെ ഒരു ജീവനോപാധിയായി ഹോം സ്റ്റേ പോലെ നടത്തുന്നവർ, അവർക്കെല്ലാം ഒരുപാട് പിന്തുണ നൽകുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. Here in your own area there's so much potential, like Tushargiri, Padakkayam, Aripara, Teparmala. All these can be developed for tourism also. ഉദാഹരണത്തിന് നിങ്ങളുടെ തന്നെ ഈ മേഖലയിൽ തുഷാരഗിരി, പടക്കയം, അരിപ്പാറ, തേപ്പർമല തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം നമുക്ക് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി വികസിപ്പിക്കാൻ സാധിക്കും. Even the Manakunu temple and the St. Mary's Forona church can be developed as pilgrimage sites. അത് മാത്രമല്ല, തീർത്ഥാടന കേന്ദ്ര നമുക്ക് അവിടെയുള്ള അമ്പലവും അതുപോലെ തന്നെ സെയിന്റ് ഫൊറോണ ചർച്ച്, മാം കൻ ഐ ഹാവ് ദ ലുക്ക് അറ്റ് ദ ടെമ്പിൾസ് നെയിം, മണക്കുന്നു ക്ഷേത്രവും അതുപോലെ സെയിന്റ് ഫൊറോണ പള്ളിയും നമുക്ക് പിൽഗ്രിമേജ് തീർത്ഥാടനത്തിന് വേണ്ടി കേന്ദ്രങ്ങളായി വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. താങ്ക് യു. And at the same time, as we focus on tourism, we must also focus on agriculture and on the farmers who are having such great difficulties. അത് മാത്രമല്ല, വിനോദസഞ്ചാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കഷ്ടപ്പെടുന്ന കർഷകരിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. And I think the best way to help is to put strong focus on food processing.
അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഭക്ഷ്യ സംസ്കരണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്നതാണ്. Marketing of your products. നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിപണിയിൽ എത്തിക്കണം. Packaging of your products. അതൊക്കെ നന്നായിട്ട് പാക്കേജ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കണം, വിപണിയിൽ എത്തിക്കണം. So that you get a good price for them. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്ന അവസ്ഥയിൽ അവയെ എത്തിക്കണം. I have seen your spices. I was telling the farmer this morning that the cinnamon from here, when you boil it, the water becomes red and it's beautifully scented. And the cinnamon I get in Delhi has no scent. And if you boil it, the water remains the same color. ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ കർഷകരോട് പറയായിരുന്നു, ഇവിടുന്ന് കിട്ടുന്ന കറിവേപ്പട്ടയൊക്കെ നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ നല്ല മനോഹരമായ മണം ഉണ്ട്, അതുപോലെ ചുമന്ന കളറാകും വെള്ളം. പക്ഷെ എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പട്ടയ്ക്കൊന്നും ആ ഒരു മണവും ഇല്ല, ആ കളറും മാറുന്നില്ല. So these spices which you grow over here should be known in the whole of the world. Everybody should know that this cinnamon is from Wayanad. It's the best in the world. നിങ്ങൾ ഇവിടെ വളർത്തുന്ന, നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങൾ ലോകം മുഴുവൻ അറിയണം. ഇത് കാണുന്നുടനെ ഇത് വയനാട്ടിലേതാണെന്ന് കാണുമ്പോൾ ആളുകൾ പറയണം, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് ആളുകൾ പറയണം. And by strengthening this potential of yours, we can make Wayanad develop even more. We can create better futures. We can create more jobs for the people here, for all of you, for all your children. നിങ്ങൾക്ക് ഈ സാധ്യതകളൊക്കെ, ഈ പ്രദേശത്തെ ഈ സാധ്യതകളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ തൊഴിലുകൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഇവിടെ ഉണ്ടാകും. And I have seen a lot of children playing a lot of sports like soccer, volleyball. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഇവിടെ വയനാട്ടിലെ ഈ പ്രദേശത്ത് കണ്ടിട്ടുണ്ട്, വോളിബോളും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന കുട്ടികളെ. My son is also a soccer player, so I can see how well the children are playing. എൻ്റെ മകനും ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും അവരെത്ര നന്നായിട്ടാണ് കളിക്കുന്നത്. And it breaks my heart that they cannot get the same opportunity to sports facilities, fix the stadiums which are existing, get them into coaching programs, and have the possibility for them also to go to the best places and play with the best teams in the world. ഇവിടുത്തെ കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട സ്റ്റേഡിയങ്ങൾ, അതുപോലെ കോച്ചിങ്ങുകൾ, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തി വർദ്ധിപ്പിച്ച് അവർക്ക് മികച്ച പരിശീലനം ലഭിക്കുന്ന ഒരു സാഹചര്യം, അവർക്ക് അവസരങ്ങളുടെ ഒരു വലിയ ലോകം ഇവിടുത്തെ കുട്ടികൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. My brother has worked shoulder to shoulder with you. നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്നാണ് എൻ്റെ സഹോദരൻ പ്രവർത്തിച്ചിട്ടുള്ളത്. Just as you have supported him through his difficulties, he has tried his best to support you through your difficulties. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ അദ്ദേഹത്തെ പിന്തുണച്ചത്, അതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. I know that over here he has provided a building for the community-based disability management center. അവിടെ നിങ്ങളുടെ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിന് വേണ്ടിയുള്ള സെന്ററിന് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം പണി കഴിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. And smart classrooms. അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ. And he has tried to help also the tribal communities by sending vans for medical care, for primary health care, by improving the PHCs and trying to get them upgraded. അതുപോലെ തന്നെ ആദിവാസി മേഖലകളിലെ ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി മൊബൈൽ വാനുകൾ ആരംഭിക്കുന്നതിലൂടെ, അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. So I want to continue his work. I want to voice your grievances, your demands on every platform possible, in parliament, outside parliament. I want to fight for you, for your rights. I don't want you to continue in this situation where you have to beg for a medical hospital, where you have to beg for educational institutions, where you have to beg for what is rightfully yours.
എന്റെ സഹോദരൻ ചെയ്ത പ്രവർത്തനങ്ങൾ എനിക്ക് തുടരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിലും അതുപോലെ സാധ്യമായ എല്ലാ വേദികളിലും എനിക്ക് ശബ്ദമുയർത്തണം. നിങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, മെച്ചപ്പെട്ട റോഡുകൾക്ക് വേണ്ടി, ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തുടരരുത്. അതിനുവേണ്ടി നമുക്ക് പോരാടണം. The relationship that you share with my brother is truly an example, and it is the foundation of all that is good in politics. നിങ്ങളും എൻ്റെ സഹോദരനുമായി പങ്കിടുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണോ ശരിയായിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ്. രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ അത്തരം ഒരു ബന്ധമാവണം. Where the leader respects you. കാരണം അതിൽ നേതാവ് ജനങ്ങളെ, നിങ്ങളെ ബഹുമാനിക്കുന്നു. He understands that his power comes from you. It belongs to you. നേതാവ് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അധികാരം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അധികാരമാണ്. ആ അധികാരം ജനങ്ങളുടേതാണെന്ന് നേതാവ് മനസ്സിലാക്കുന്നു. He deeply loves you. അദ്ദേഹം ആഴത്തിൽ നിങ്ങളെ, ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. And this is the politics on which our nation was founded. ഇത്തരം ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ളത്. In which there is a deep respect for the public. ആ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തെ പൊതുജനങ്ങളോട് ആഴത്തിലുള്ള ഒരു ബഹുമാനമുണ്ട്. So for me, it is a great honor to be standing here in front of all of you today as the UDF candidate in this election. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. There is no greater privilege than the love you give me. നിങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തെക്കാൾ ഉപരിയായി, അതിലും വലുതായി എനിക്ക് മറ്റൊരു ഭാഗ്യവും കിട്ടാനില്ല. As a human being, there is no greater honor, no greater privilege than when you go and meet people, they smile, they feel happy to see you, they welcome you, they love you. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യവും ആദരവും എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആളുകളെ കാണാൻ പോകുമ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നു. അവർ നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അതിലും വലിയൊരു ആദരവ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് കിട്ടാനില്ല. So you've already given my family and me much more than we could ever ask for. ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നതിനപ്പുറം ഒരുപാട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇപ്പോൾ തന്നെ നിങ്ങൾ നൽകിയിട്ടുണ്ട്. If I have this chance to represent you in the parliament, it will be an honor and a privilege for me to keep this relationship strong, to deepen it, to come to you, to come to your houses, to meet as many of you as possible, to understand your issues, your problems, and to try my best to resolve them for you. നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു അവസരം നൽകുകയാണെങ്കിൽ നിങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നതിനും ഞാൻ ശ്രമിക്കും. എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വരണം, കഴിയാവുന്നത്ര ആളുകളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. And I can truthfully tell you that I will not let you down. ഞാൻ സത്യസന്ധമായി എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I met some people yesterday and they were from here only. They were telling me, I said, what are your expectations? So they were telling me that, there's one thing that somewhere people think maybe you will come, fight the election, and then you'll go to Delhi and it'll be very difficult to reach you and you won't come very often to Wayanad. ഇന്നലെ ഞാൻ കുറച്ച് പേരെ കണ്ടു. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അവർ പറയുന്ന ചിലരൊക്കെ ഇവിടെ പറയും, നിങ്ങളിവിടെ വന്ന് ഒരു ഇലക്ഷന് മത്സരിച്ചിട്ട് അങ്ങ് ഡൽഹിയിൽ തിരിച്ചു പോവും, നിങ്ങളെ കാണാൻ പറ്റില്ല, ഇങ്ങോട്ട് വരില്ല, നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആവശ്യമായി എത്തുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് ഇന്നലെ അവരെന്നോട് പറഞ്ഞത്. So I said, look, I'll tell you a small story. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കൂ, ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ പറയാം. When my son was 13 years old, I went to leave him in a boarding school. എൻ്റെ മകന് 13 വയസ്സുണ്ടായിരുന്നപ്പോൾ എൻ്റെ മകനെ ഞാൻ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാൻ പോയി.
because I thought he should learn how to be a little independent and strong. കാരണം തനിയെ സ്വന്തം കാര്യമൊക്കെ നോക്കാൻ പ്രാപ്തിയുള്ള ആളായിട്ട് എൻ്റെ മകൻ ജീവിക്കാൻ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിട്ടത്. My sisters, it was the most difficult thing I've ever done. എൻ്റെ സഹോദരിമാരെ ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായിരുന്നു എൻ്റെ മോനെ കൊണ്ട് ബോർഡിംഗ് സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞത്. I think for 4 days I didn't even get out of my room. I just cried. നിങ്ങൾക്കറിയോ, 4 ദിവസം ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. But I knew it was good for him. പക്ഷെ എനിക്കറിയായിരുന്നു ഞാനത് ചെയ്തത് എൻ്റെ മകനൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. And when I was leaving him, the principal of the school and his wife called me. They were British people. അത് ഞാൻ മോനെ കൊണ്ട് വിട്ടിട്ട് വരാൻ നേരത്തെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. അവർ ബ്രിട്ടീഷുകാരായിരുന്നു. എന്നെ വിളിച്ച് സംസാരിച്ചു. And they said, Mrs. Vadra, you know, we've seen many parents from fancy families and they come and leave their children in school. And then the whole term passes, 4 months pass, they don't come and visit their children. അവരെന്താ പറഞ്ഞെന്നറിയോ മിസ്സസ് ഭദ്ര, നിങ്ങളെ പോലെയുള്ള വലിയ വലിയ വീടുകളിൽ നിന്ന് ആളുകൾ വന്നിങ്ങനെ പിള്ളേരെ ഇവിടെ കൊണ്ട് ചേർത്തിട്ട് പോകും. ഒരു ടേം കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ അവർ വന്നൊന്ന് തിരിഞ്ഞൊന്ന് നോക്കുകൂടിയില്ല പിള്ളേരെ. So they said, we have only one request for you, that at least on the parent teacher meeting you must come. അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒറ്റ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, നിങ്ങൾ ആ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനെങ്കിലും ഒരു ദിവസമെങ്കിലും സ്കൂളിലൊന്ന് വരണേ. അതായിരുന്നു അവരുടെ ഒരേ ഒരു അഭ്യർത്ഥന. Now like these people who met me yesterday, who were saying maybe you won't come to Wayanad, they did not know their customer. കാരണം ഇന്നലെ വയനാട്ടിൽ നിങ്ങൾ വരില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞ ആളുകൾക്ക് അവരാരോടാണ് സംസാരിക്കുന്നത്, ആരാണെന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ശരിക്കും. By the time the 4 terms were over and my son had been in school for 4 months, again the principal called me. നിങ്ങൾക്കറിയോ, ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞ് മോനെ തിരിച്ചു കൊണ്ടുവരാൻ വരുന്ന സമയമായപ്പോൾ വീണ്ടും ആ പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് സംസാരിച്ചു. So I thought, now what is the problem? അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം എന്താ പ്രശ്നം, ഇപ്പം എന്തിനാ അവരെന്നെ വിളിക്കുന്നത്? And he said, Mrs. Vadra, please stop coming so much. അന്നേരം എന്താ പറഞ്ഞെന്നറിയാം മിസ്സസ് വാദ്ര, ദയവേത് സ്കൂളിൽ ഇത്രയും പ്രാവശ്യം വരല്ലേ എന്നാണ് ഈ പ്രാവശ്യം പ്രിൻസിപ്പൽ പറഞ്ഞത്. Your son doesn't have to see you on every holiday. എല്ലാ അവധി ദിവസവും നിങ്ങൾ വന്ന് മോനെ കാണണ്ട, മോൻ എല്ലാ ദിവസവും നിങ്ങളെ കാണേണ്ട ഒരു ആവശ്യമില്ല. So I am telling you, whoever is telling you that you are not going to see me, you are going to be like the principal of the school and you will say, please, enough now, go and stay in Delhi for a little while. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കാണില്ല, ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പലിൻ്റെ കൂടെ നിങ്ങൾ എന്നോട് പറയാൻ ദയവേത് ഇത്ര പ്രാവശ്യം വയനാട്ടിലോട്ട് വരല്ലേ, നിങ്ങൾ കുറച്ച് ദിവസം ഡൽഹി പോയി നിൽക്കുന്നത് നിങ്ങൾ ഇനി എന്നോട് പറയാൻ പോവാണ്. Because I am a mother. കാരണം ഞാനൊരു അമ്മയാണ്. And I know all the mothers here will understand what I'm saying. കാരണം എനിക്കറിയാം ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്ന്. That when you have children, you forget what matters to you. Only the children matter. കാരണം only what their needs are, whether when they are sick or they need to do their homework or they are hungry or anything, no matter how tired you are, how much work you have, how many problems you have, you know as a mother you have to be there for your children. കാരണം ഒരു അമ്മയാവുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കാര്യം ഒന്നും നമുക്ക് പ്രധാനപ്പെട്ടതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളാണ് പ്രധാനപ്പെട്ടത്. അവർക്ക് വിശക്കുന്നുണ്ടോ, അവർ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, അവർക്ക് അസുഖമാണോ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ എല്ലാ കാര്യം മറന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. And nobody understands responsibility, duty and sacrifice as well as women do. സ്ത്രീകൾക്ക് മനസ്സിലാകുന്നത് പോലെ മറ്റാർക്കും ഉത്തരവാദിത്വം എന്താണ്, കടമ എന്താണ്, ത്യാഗം എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവില്ല. That's why we are stronger than all the men, huh? അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാ പുരുഷന്മാരെക്കാളും ശക്തരായിട്ടുള്ളത്. അതുകൊണ്ടാണ്. So I understand. When you welcome me into your home like a daughter, like a sister, like a mother, I understand what your love means. എനിക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മകളെ പോലെ, ഒരു സഹോദരിയെ പോലെ നിങ്ങൾ എന്നെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. For me, each one of you is a duty, a responsibility, a strong bond of affection and love. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ്. സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നെനിക്ക്. And I hope that you will give me the chance
to be part of your happiness, part of your sadness, your troubles, to fight for you and to become your friend. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും എല്ലാം ഭാഗമാകാനുള്ള നിങ്ങളുടെ ഒരു സുഹൃത്താകാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Thank you very much again for being here. ഇവിടെ വന്നതിന് ഞാൻ വീണ്ടും നിങ്ങളോട് നന്ദി പറയുകയാണ്. For welcoming me and for giving me so much love. എന്നെ സ്വാഗതം ചെയ്യുന്നതിനും എനിക്ക് ഒരുപാട് സ്നേഹം നൽകുന്നതിനും ഞാൻ നിങ്ങളോട് വീണ്ടും നന്ദി പറയുകയാണ്. Thank you. നന്ദി. Taste the Milky Mist ice cream. एक बड़ी राहत लेकर आया है और भारतीय जनता पार्टी का जो सांप्रदायिक